ഹായ് ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഡൽഹിയിലെ രണ്ടാമത്തെ ദിവസം ഫസ്റ്റ് ലോട്ടസ് ടെമ്പിളും ഒക്കെ കാണാൻ പോകാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ അക്ഷാദ്രം, പിന്നെ കുത്തബ് മീനാർ, പിന്നെ റെഡ് ഫോർട്ട്, പിന്നെ മാർക്കറ്റ്സ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ ഇവിടെ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ രാവിലെ തന്നെ ലോട്ടസ് ടെമ്പിളിലേക്കാണ് പോകുന്നത്. അതിന് മുമ്പേ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അങ്ങനെ നമ്മൾ താമസിക്കുന്നിടയ്ക്ക് മെട്രോന് കയറിയിട്ട് ഇവിടെ ലോട്ടസ് ടെമ്പിളിൻ്റെ അടുത്ത് വന്നിറങ്ങി. ലോട്ടസ് ടെമ്പിളിൻ്റെ അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കൽക്കാജിയാണ്, വയലറ്റ് ലൈന്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് അവിടെ നിന്ന് മാറിക്കയറി. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല, 10-30 രൂപ ഒരാൾക്ക് ചാർജ് വരുള്ളൂ. നമ്മളങ്ങനെ ഇവിടെ ലോട്ടസ് ടെമ്പിളിലെത്തി ഇറങ്ങിയിട്ട് നടക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ വരുന്ന വഴിക്ക് നമുക്ക് എൻട്രി, ഒരുപാട് പേർക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അതന്നെ. പിന്നെ അതേപോലെ തന്നെ വരുന്ന വഴിക്ക് ചെക്കിംഗ് ഒക്കെ ഉണ്ട്. നമ്മുടെ ബാഗ് സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് അവർ ഉള്ളിലേക്ക് കയറ്റുള്ളൂ. നമ്മളെ നടന്നു പോകുന്ന വഴി കണ്ടോ, ഒരു സൈഡിൽ ഫുള്ള് ഗ്രീനറി പുല്ലൊക്കെ വിരിച്ചിട്ട് നമുക്ക് ദൂരത്ത് ലോട്ടസ് ടെമ്പിൾ കാണാൻ പറ്റും. അതേപോലെ തന്നെ നടക്കുന്ന വഴി കല്ലൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയുണ്ട് കേട്ടോ. അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഫുള്ള് മരങ്ങൾ സംഭവങ്ങളൊക്കെ ആയിട്ട് ഇടയ്ക്ക് അവിടെ ഇടയ്ക്ക് ആയിട്ട് പൂക്കളും സംഭവങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. താമരപ്പൂവിൻ്റെ ആകൃതിയിലാട്ടോ ഈ ഒരു ക്ഷേത്രം. എന്ത് ഭംഗിയാണെന്നറിയാം ദൂരത്ത് നിന്ന് കാണാൻ. ഈ ലോട്ടസ് ടെമ്പിളിലൊക്കെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ 8 മണി തൊട്ടിട്ട് 5 മണി വരെയാണ്. ഈ ലോട്ടസ് ടെമ്പിളിലേക്ക് വരാൻ വേണ്ടി എൻട്രി ചാർജ് സംഭവങ്ങളൊന്നുമില്ല. പിന്നെ പാർക്കിങ്ങിന് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അവിടെ ഒരു വശത്തായിട്ട് ടൂറിസ്റ്റുകളുടെ വണ്ടിയും ഇവിടെ വരുന്ന ആൾക്കാരുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഗ്രൗണ്ടിലായിട്ട്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കേട്ടോ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നത്. അതുമാത്രമല്ല ഫുള്ള് ഈ ഒരു സംഭവം വെള്ള കളറും മാർബിളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എന്തൊരു ഭംഗിയാണെന്നറിയോ. നമ്മൾ ക്യാമറയിൽ കൂടി കാണുന്ന പോലെയൊന്നുമല്ല, നേരിട്ട് കാണുമ്പോൾ ഒരു രക്ഷയില്ല. ഞാനങ്ങനെ ലോട്ടസ് ടെമ്പിളിൻ്റെ മെയിൻ എൻട്രൻസിലാണുള്ളത്. എന്താ പറയുക, നമ്മൾ പിക്ചേഴ്സിൽ നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ലോട്ടസ് ടെമ്പിൾ. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അത് ഇത്രയും വലിയൊരു സംഭവമാണെന്ന് മനസ്സിലാകുന്നത്. ഇത്രയും ഭംഗിയുള്ളൊരു കാഴ്ചയാണെന്നുള്ളത്. ഈ ലോട്ടസ് ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് ഇപ്പം എനിക്കൊന്നും എൻട്രി ഇല്ലാന്ന് തോന്നുന്നു. അതോ പ്രെയർ ഇല്ലാത്തതുകൊണ്ടാണോ, പ്രെയർ ടൈം ആണോ എന്താ നമുക്കറിയില്ല. ഫുള്ളി ക്ലോസ്ഡ് ആണ്. ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഡോറ് കംപ്ലീറ്റ്. അതിൻ്റെ ഉള്ളിൽ കൂടി നോക്കുമ്പോൾ എന്താ കാണുന്നത്, ഒരു ഡയസ് പോലെ ഒരു ലൊക്കേഷൻ ഉണ്ട്. ആ, അത് കഴിഞ്ഞ് ചുറ്റും സറൗണ്ടിങ് സർക്കിൾ പോലെ കസേരകൾ നിർത്തി വെച്ചിരുന്നു. അത്രേ ഉള്ളൂ അല്ലേ, വേറെ പ്രതിഷ്ഠ കാര്യങ്ങളൊന്നുമില്ല. കണ്ടില്ല, അവിടെ പോയി നോക്കാം. ആ, ഇതാ ഇതുപോലെയുള്ളത് ഇവിടെ, വേറെ ഒന്നുമില്ലല്ലേ. നമുക്ക് ഈ ലോട്ടസ് ടെമ്പിളിൻ്റെ ചുറ്റും നമുക്ക് നടന്ന് കാണാം. അതേപോലെ തന്നെ ഫോട്ടോസ് എടുക്കാം. അതിനൊന്നും പ്രശ്നമൊന്നുമില്ല ക്യാമറ ഒന്നും കൊണ്ടുവരുന്നതിന്. ഇനി ഉള്ളിലേക്കുള്ള അവസ്ഥ എന്താണെന്നറിയില്ല. നമ്മൾ ഗ്ലാസ്സിലേക്ക് കൂടി ഉള്ളിലോട്ട് നോക്കുമ്പോൾ കണ്ടത് ശരിക്കും ഒരു കോൺഫറൻസ് ഹാള് പോലെയാണ്. പിന്നെ അതേപോലെ തന്നെ ഫുള്ള് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഇട്ട് നമ്മൾ പള്ളിയിലൊക്കെ കണ്ടിട്ട്, ക്രിസ്ത്യൻ പള്ളിയിലൊക്കെ കണ്ടിട്ടില്ല, ഫുള്ള് മറ്റേ ബെഞ്ച് പോലത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പ്രെയർ റൂം അതുപോലെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ലോട്ടസ് ടെമ്പിൾ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് ബഹായി ഹൗസ് ഓഫ് വർഷിപ്പ്. ബഹായി മതവിശ്വാസികളുടെ ആണ് ഈ ഒരു ലോട്ടസ് ടെമ്പിൾ. ബഹായി മതവിശ്വാസികൾ മാത്രമല്ല, ഇപ്പോൾ ഈവൻ പല ജാതിയിൽ നിന്നും പല മതത്തിൽ നിന്നും ആൾക്കാർ ഈ ഒരു ലോട്ടസ് ടെമ്പിൾ കാണാൻ വരുന്നുണ്ട്. 1986 ഈ ക്ഷേത്രം ഡൽഹിയിൽ പണിതത്. പിന്നെ ഇവിടത്തേക്കാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമ്മളിപ്പോൾ ഈ വന്ന സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെമ്പററിലി ക്ലോസ്ഡ് ആണ്. അതെന്തുകൊണ്ടാണ് എന്നൊന്നും നമുക്കറിയില്ല. പിന്നെ ഉള്ളിലൊന്നും കയറാൻ പറ്റിയിട്ടില്ല, ഫുള്ളി ഗ്ലാസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലേക്കുള്ള കാഴ്ചകൾ കാണാം. പക്ഷെ പ്രതിഷ്ഠയിൽ നിന്നൊന്നും നമ്മൾ കണ്ടില്ലല്ലോ ഇവിടെ വന്നിട്ടല്ലേ. ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും ഇത് ഓപ്പൺ ആക്കുമ്പോൾ ഒരിക്കൽ കൂടി ഇവിടെ വരണം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഫെസ്റ്റിവൽസും ഇവരുടെ പ്രോഗ്രാംസൊക്കെ നടക്കുമ്പോൾ തന്നെ നമ്മളിതൊന്ന് വന്ന് കാണണം. എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്താണ് ബഹായിസ് എന്നും എന്തൊക്കെയാണ് ഇവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്നൊക്കെ. ഈ ലോട്ടസ് ടെമ്പിളിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് അറിയാം, ഞാൻ കണ്ടത് നമ്മളിപ്പോൾ ഇതിൻ്റെ ഏത് ഭാഗത്ത് നിന്നിട്ട് ഫോട്ടോ എടുത്താലും നമുക്ക് ഒരേ വിഷനാണ്. ഇതിൻ്റെ ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ. കാരണം ഇതിൻ്റെ എല്ലാ വശവും ഒരുപോലെ ഇരിക്കണം. കാണുമ്പോൾ ഫുള്ള് നമ്മുടെ താമരേൻ്റെ ഇതളില്ലേ അതുപോലെ ഇരിക്കണം. അതുകൊണ്ടായിരിക്കും ഏത് ഭാഗത്ത് നിന്ന് ഫോട്ടോ എടുത്താലും ആ ഒരു പൊസിഷനിൽ തന്നെ. ഏകദേശം 26 ഏക്കർ സ്ഥലത്തായിട്ട് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്ന. ചുറ്റുവട്ടത്ത് ഇഷ്ടംപോലെ മരങ്ങളും ചെറിയ ചെറിയ ഗാർഡനൊക്കെ ഉണ്ട്. അതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ പണിക്കാരാണ്. പുല്ലുകളൊക്കെ ചെത്തി വൃത്തിയാക്കാനും പിന്നെ മരങ്ങളൊക്കെ വെട്ടി അതിൻ്റെതായ ഭംഗിയിൽ നിലനിർത്താനൊക്കെ. ഈ ഉച്ച സമയമായിട്ട് ഇവരിതൊക്കെ നനച്ചുകൊണ്ടൊക്കെ ഉണ്ട് കേട്ടോ. സംഭവങ്ങളൊക്കെ കണ്ടോ,
നല്ല ഭംഗിയിലെല്ലാം കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു വെണ്ണക്കല്ലിൽ തീർത്ത ഈ ഒരു അമ്പലം, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, ഡൽഹിയിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രമായ ഈ ഒരു ലോട്ടസ് ടെമ്പിളിലെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ. ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല എന്നുള്ള ഒരു വിഷമൊഴികെ വേറെ കുഴപ്പമൊന്നുമില്ല. വന്നതിന് നമുക്ക് നഷ്ടമൊന്നും നമുക്ക് തോന്നില്ല. പുറമേ നിന്നെങ്കിൽ നമുക്ക് കാണാൻ പറ്റിയല്ലോ, അത് തന്നെ വലിയ കാര്യം. എൻട്രി ഫീസും ഇല്ല, ഉള്ളിലേക്ക് എൻട്രി ഇല്ല, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഇവിടുന്ന് തിരിച്ചിട്ട് അക്ഷർധാം അല്ലേ, അക്ഷർധാം എന്ന് പറഞ്ഞിട്ടൊരു ടെമ്പിൾ ഉണ്ട്, ഏറ്റവും വലിയ അമ്പലമാണ്. ഇന്ന് അങ്ങോട്ടേക്ക് ഇനി പോവാണ്. നമ്മൾ ഇവിടുന്ന് മെട്രോനെ കയറിയിട്ട് പോവാണ്. ആ ഒരു അക്ഷർധാം അമ്പലത്തിന്റെ മോഡലാണ് അബുദാബിയിൽ പണിയുന്നതെന്നാണ് പറഞ്ഞത്. കാരണം കുറേ ആൾക്കാരുടെ ഞാൻ വ്ളോഗിലൊക്കെ വായിച്ചിട്ടുണ്ട്. അന്യായ സംഭവം അതെന്ന്. നമ്മളിവിടെ ലോട്ടസ് ടെമ്പിളിലേക്ക് വന്നപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോ വീഡിയോഗ്രാഫി അലൗഡാണ്. ഉള്ളിൽ അലൗഡാണോന്ന് അറിയില്ല, പക്ഷെ പുറത്തുനിന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ സാധിച്ചു. സാധാരണ നമുക്ക് ഓൾമോസ്റ്റ് ഏരിയകളിൽ ഇങ്ങനത്തെ സ്ഥലത്തുനിന്ന് അവർ അലൗഡ് അല്ല. നമുക്ക് ക്യാമറ ഇതൊക്കെ നമ്മളെടുക്കുന്ന പുറത്തുനിന്ന് തന്നെ അവർ മേടിച്ച് വെക്കും, ഒന്നും കയറ്റാൻ പോലും സമ്മതിക്കില്ല. അത് വെച്ചേക്കുമ്പോൾ ഇവിടെ എന്തോ ഭാഗ്യമാണ് കേട്ടോ കയറ്റി വിട്ടത് ഫോട്ടോ എടുക്കാനും സംഭവങ്ങൾക്കൊക്കെ ആയിട്ട്. അത് മാത്രമല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരുണ്ടല്ലോ, അവരുടെ കളർഫുൾ ഡ്രസ്സാണ് കാണേണ്ടത്. പലതരം എന്താ പറയുക, നല്ല കല്ല് നല്ല മുത്തൊക്കെ പിടിപ്പിച്ചിട്ടുള്ള പലതരം ഡ്രസ്സും പലതരം സംഭവങ്ങളും. കാലാവസ്ഥ ഭയങ്കര ചൂടാണ്. ഉച്ചയാകുമ്പോഴത്തേക്ക് ഡൽഹിയിലാകെ രാവിലെ വൈകുന്നേരം മാത്രമേ തണുപ്പുള്ളൂ. ബാക്കിയുള്ള സമയത്ത് പൊരിഞ്ഞു പോവും വന്നിട്ടുണ്ടെങ്കിൽ. നമ്മളങ്ങനെ ഇവിടുത്തെ ലോട്ടസ് ടെമ്പിളിലെ കാഴ്ചകളെ കണ്ടു. അതേപോലെ തന്നെ വരുന്ന വഴിക്ക് നമ്മൾ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻ്റർ ഉണ്ട് ഇവിടെ. അവിടെ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് എക്സിബിറ്റ്സ് കാണാൻ പറ്റും. അതായത് ഈ ലോട്ടസ് ടെമ്പിളിൻ്റെ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് ഉണ്ടല്ലോ, അത് പിന്നെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ പണി സമയത്ത്, അത് പിന്നെ ബഹാഉള്ള എന്ന് പറഞ്ഞിട്ട് ആളുടെ പിന്നെ പല കൺട്രീസിലായിട്ട് ഇതേപോലത്തെ നമ്മുടെ ലോട്ടസ് ടെമ്പിളിനെ പോലെ തന്നെ വേറൊരു വർഷിപ്പ്, അതായത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെ പറ്റിയൊക്കെ കാണിച്ചു. പിന്നെ അവിടെ നമുക്ക് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. പുരാതന കാലത്തെ സാധനങ്ങള്, പിന്നെ ഓരോ റിലീജിയനെ കുറിച്ചും ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബുദ്ധിസം, ക്രിസ്ത്യാനിസം, ഇസ്ലാം, ഹിന്ദുസം, എല്ലാത്തിനെ കുറിച്ചും ഓൾമോസ്റ്റ് റിലീജിയനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഉണ്ട്. ഈ ലോട്ടസ് ടെമ്പിളിന്റെ അടുത്ത് തന്നെ ഒരുപാട് കടകളൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ അടുത്ത് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഇതുപോലത്തെ ഗോലി സോഡ സംഭവങ്ങൾ, പിന്നെ ഇവരുടെ സ്പെഷ്യൽ മസാലയൊക്കെ ഇട്ടിട്ടുള്ള സോഡ, പിന്നെ നിംബു പാനി, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ട്. അതൊക്കെ വെറൈറ്റി ആട്ടോ. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അപ്പൊ ഇവിടെ വരുന്നവര് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. പുളി, ഉപ്പ്, എരിവ് എല്ലാം കൂടി കൂടിയിട്ടുള്ളൊരു സാധനം. പുതിനയുടെ ടേസ്റ്റ്, പുതിനൊക്കെ ഇട്ടിട്ട് അവർ മിക്സ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലോട്ടസ് ടെമ്പിളിന്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. സോ താങ്ക് യു, സ്റ്റേ ട്യൂൺഡ്. എൻ്റെ ഇൻസ്റ്റാഗ്രാമും ടിക്ടോക്കിലും ഫേസ്ബുക്കിലും ഒന്ന് ഫോളോ ചെയ്ത് തരണമെങ്കിൽ എന്തായാലും ഫോളോ ചെയ്യുക. കാരണം ഞാൻ അതിൽ ഒരുപാട് എൻ്റെ പിക്ചേഴ്സും ട്രാവലിംഗ് അപ്ഡേറ്റ്സും എല്ലാം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്.